സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാധി ആപ്പ് ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണിത്. ആപ്പിൾ ഉൾപ്പെടെയുള്ള ഫോൺ നിർമ്മാതാക്കൾ ഉത്തരവിനെതിരെ നിയമപരമായി നേരിടുമെന്നും അറിയിച്ചിരുന്നു. സഞ്ചാർ സാധി ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ യു-ടേൺ അടിച്ചത്. സഞ്ചാർ സാധിയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണ് പ്രീ ഇൻസ്റ്റലേഷൻ നിർബന്ധമാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതുവരെ 1.4 കോടി ഉപഭോക്താക്കൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ 6 ലക്ഷം പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. പ്രതിദിനം 2000 തട്ടിപ്പ് സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനും അവരെ ബിഗ് ബ്രദർക്ക് നിരീക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കേന്ദ്രം നിലപാട് മാറ്റിയത്. ജനങ്ങളുടെ എതിർപ്പാണ് സർക്കാർ പിന്മാറാൻ കാരണമായതെന്ന് പ്രിയങ്ക ചതുർവേദി എംപി പറഞ്ഞു. I absolutely welcome it and also goes to show that a government which was trying to, through devious means, try and install a surveillance app has been called out by the people of this country, has been opposed and pushed back by the people of this country. ആപ്പ് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. ആദ്യ ഉത്തരവിന് പിന്നാലെ ആപ്പിൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 ഡൽഹി.